വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മുടെ 60 ഡേയ്സ് ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ സ്പെഷ്യൽ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്ലാസ് ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകൾ. ആദ്യം തന്നെ സെന്റൻസുകൾ നിങ്ങൾ പഠിപ്പിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥങ്ങൾ എന്തെങ്കിലും ഒരു ടച്ച് വരണ്ടേ ഹിന്ദിയോട്. അപ്പം അതൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പലരും എനിക്ക് കമന്റിൽ അറിയിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി അങ്ങ് പറഞ്ഞുകൊണ്ട് കിടക്കാം. ആ രീതിയിലുള്ള സെന്റൻസുകളാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെന്റൻസ് നമ്മളിങ്ങനെ പറഞ്ഞേ, ഇന്ന് ഞാൻ നേരം വൈകി. അതെങ്ങനെ പറയാം? ആജ് മുझे देर हो गई. അതാണ് ഇതിന്റെ റൈറ്റ് വേർഡ്. ആജ് മുझे देर हो गई എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ നേരം വൈകി. ഇനി ഈ സെന്റൻസ് ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഈസി ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാന്നറിയോ? ആജ് മേ ലേറ്റ് ഹോ ഗയാ, ആജ് മേ ലേറ്റ് ഹോ ഗയാ, ലേറ്റ് ഹോ ഗയി. ഇങ്ങനെ പറയുന്നതും ശരിയാണ്, പക്ഷെ ഹിന്ദിയിലെ പെർഫെക്റ്റ് വേർഡ് എന്ന് പറയുന്നത് ആജ് മുझे देर हो गई. ഓക്കെ, ഞാൻ പോകുന്നു. അതെങ്ങനെ പറയാ? മേ ജാ രഹാ ഹൂം, ജാ രഹി ഹൂം. ഓക്കെ, ഇന്ന് ഞാൻ വരാൻ വൈകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാം ഇന്ന് ഞാൻ വരാൻ വൈകും കേട്ടോ. അതെങ്ങനെയാ പറയാ? ആജ് മുझे ആനെ മേ തോടി ദേർ ഹോ ജായേഗി. മനസ്സിലായോ? അങ്ങനെയാണ് ആ സെന്റൻസ് നിങ്ങൾ പറഞ്ഞു പഠിക്കേണ്ടത്. ആജ് മുझे ആനെ മേ തോടി ദേർ ഹോ ജായേഗി. ഇനി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിൽ എനിക്ക് വിശക്കുന്നു എങ്ങനെ പറയാ? മുझे ഭൂക്ക് ലഗ് രഹി ഹേ. ഭൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ്. ഓക്കെ, അപ്പൊ ദാഹിക്കുന്നു എന്നാണെങ്കിലോ? മുझे പ്യാസ് ലഗ് രഹി ഹേ. ഞാനിപ്പോ ഈ പറയുന്ന സെന്റൻസുകൾ നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കണം, സ്ത്രീ ആയാലും പുരുഷനായാലും. ഓക്കെ, കാരണമുണ്ട്, നമ്മൾ ചില വാക്കുകൾക്ക് സ്ത്രീലിംഗമുണ്ട്. ഇപ്പൊ നമ്മൾ ബൂക്ക് എന്ന് പറയുമ്പോൾ, ഈ പ്യാസ് എന്ന് പറയുമ്പോൾ ആ ഒരു വാക്ക് സ്ത്രീലിംഗമാണ്. നിങ്ങളെ ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിപ്പോ മുझे ഭൂക്ക് ലഗ് രഹാ ഹേ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞോളൂ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഭൂക്ക് ലഗ് രഹാ ഹേ, ലഗ് രഹി ഹേ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ തെറ്റൊന്നും ഇല്ല, കാരണം നമ്മൾ മലയാളികളാണ് അല്ലേ. സോ ഇതിപ്പോ ഞാൻ പറയുന്ന സെന്റൻസുകൾ നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് ഈസി ആയിരിക്കും കേട്ടോ. ഒരു കൺഫ്യൂഷനും വേണ്ട, മുമ്പോട്ടുള്ള ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ ക്ലിയറൻസ് തരും. ഓക്കെ, ഇപ്പൊ നമുക്ക് സെന്റൻസ് മാത്രം പഠിച്ചു വയ്ക്കാം. ബസ് ഇപ്പോൾ വരും എങ്ങനെയാ പറയാ? ബസ് അഭി ആയേഗി. അപ്പൊ നമ്മൾ പറഞ്ഞു ആയേഗിന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? ബസ് സ്ത്രീലിംഗമാ. അതാണ് ഞാൻ പറഞ്ഞ ഒരു ക്ലാസ് നിങ്ങൾക്ക് സ്ത്രീലിംഗവും പുല്ലിംഗത്തിന്റെ ഇട്ട് തരാം. അതുവരെ നിങ്ങൾ ഒരു ടെൻഷൻ എടുക്കണ്ട, ഇതുപോലെ അങ്ങോട്ട് പഠിച്ചു പോവാ. ഓക്കെ, ബസ് അഭി ആയേഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഇപ്പോ വരും. ഇനി ഞാൻ നാളെ വരില്ല എങ്ങനെ പറയാ? മേ കൽ നഹി ആവുക, നഹി ആവുങ്കി. ഓക്കെ, ഇനി നീ അത് ചെയ്തോ എങ്ങനെ ചോദിക്കുക? ക്യാ വെച്ചിട്ടാ അല്ലേ? ക്യാ യഹ് ആപ്നെ കിയ, യഹ് ആപ്നെ കിയ, ചെയ്തോ. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ്, ഇന്ന് ഞാൻ ഒരുപാട് ടയേർഡാണ്. നമ്മൾ പറയില്ല നമ്മൾ ഒരുപാട് ക്ഷീണിച്ചിരിക്കുകയാണ്. അതെങ്ങനെ പറയാ? ആജ് മേ ബഹുത്ത് തക് ഗയി ഹൂം, തക് ഗയാ ഹൂം. ठीक है, ആജ് മേ ബഹുത്ത് തക് ഗയി ഹൂം. തക് ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിക്കുക എന്നാണ്. ഓക്കെ, എഴുതി വെച്ചോ. ഇതിൽ നിന്ന് കിട്ടുന്ന വേർഡ്സ് എല്ലാം സെപ്പറേറ്റ് എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ്, ഇനി നമ്മൾ വീട്ടിൽ ചോദിക്കില്ലേ ഇന്ന് രാത്രി ഭക്ഷണത്തിന് എന്താ? അതെങ്ങനെ ചോദിക്കുക? ആജ് രാത് കോ ഖാനെ മേ ക്യാ ഹെ. ഈസിയാണ്. ആജ് ഇന്ന്, രാത് കോ രാത്രി, ഖാനെ മേ കഴിക്കാനായിട്ട് അല്ലേ, ക്യാ ഹെ. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് നമ്മൾ പറയാണ് ഹാ ഭക്ഷണം നല്ലായിരുന്നു കേട്ടോ. എങ്ങനെ പറയാ? ഖാന ബഹുത് അച്ഛാ താ. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ സെന്റൻസുകൾ കേൾക്കുമ്പോൾ? ഒന്നോ രണ്ടോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ പറയാം. ഓക്കെ, പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുമ്പോൾ അമ്മോട് പറയും അല്ലേ, നാളെ നേരത്തെ എന്നെ 5 മണിക്ക് വിളിക്കണം കേട്ടോ എന്നൊക്കെ പറയില്ലേ. അപ്പൊ എന്നെ 5 മണിക്ക് വിളിക്കണം. അതെങ്ങനെ പറയാ? മുझे 5 ബജെ ഉഠാനാ ഹെ, ജഗാനാ ഹെ. രണ്ടും പറയാം. ഓക്കെ, മുझे 5 ബജെ ജഗാനാ ഹെ. ഓക്കെ, എനിക്ക് ഭക്ഷണം തരൂ എന്ന് പറയാണ്. അമ്മ എനിക്ക് ഭക്ഷണം തരൂ, മുझे ഖാന തേതോ. അമ്മ എനിക്ക് ഇത്തിരി വെള്ളം, പാനി തേതോ. ചെറിയ ചെറിയ സെന്റൻസുകളാണ് കേട്ടോ. ഖാന തേതോ, പാനി തേതോ. എനിക്ക് ഉറക്കം വരുന്നു. അതെങ്ങനെ പറയാം? മുझे നീന്ത് ആ രഹി ഹേ. ഈ സെന്റൻസിൽ ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ആണായാലും പെണ്ണായാലും എല്ലാവരും മുझे നീന്ത് ആ രഹി ഹേ. നീന്ത് എന്ന് പറഞ്ഞാൽ ഉറക്കം. ഇനി നാളെ കാണാം. അതെങ്ങനെയാ പറയാ? കൽ മിലേംഗെ,
ഈസി അല്ലേ? മില്ലേങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാം. വേറൊരു മിൽന എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, കിട്ടുക അല്ലേ, മിൽന. ഇത് അതല്ല കേട്ടോ. ഇത് മിലേങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കണ്ടുമുട്ടുക. നമ്മൾ നാളെ കാണാം, നാളെ കണ്ടുമുട്ടാം എന്നൊക്കെ പറയില്ലേ, ആ മിലേങ്കിയാണ്. ഓക്കെ. അപ്പോൾ ഹിന്ദിയിൽ ചില വേർഡ്സിന് 2 അർത്ഥങ്ങളുണ്ട്. സിറ്റുവേഷൻസ് വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് വേർഡ്സ് ഉണ്ട്, അത് നമുക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് തന്നെ ഇടാം. സിറ്റുവേഷൻസ് വെച്ചിട്ട് അതിൻ്റെ മീനിങ് ഒരുപാട് അങ്ങോട്ട് ചേഞ്ച് ആയിപ്പോകും. ഓക്കെ. അപ്പോൾ ഞാനെന്താ ലാസ്റ്റ് പറഞ്ഞത്, കൽ മിലേങ്കി, നാളെ കാണാം. നമ്മളും കൽ മിലേങ്കി, കല്ലല്ല ഫിർ മിലേങ്കി. ഓക്കെ. അപ്പം വളരെ ചെറിയ ക്ലാസ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട സെന്റൻസുകൾ. ഹിന്ദി പഠിക്കാനായിട്ട് ഇരിക്കുന്നവർ ഡെയിലി ഈ സെന്റൻസുകൾ മാക്സിമം എന്താ പറയുക സംസാരിച്ച് പഠിക്കാം. വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന, അതുപോലെ എളുപ്പം സംസാരിക്കാൻ പറ്റുന്ന സെന്റൻസുകൾ മാത്രം എടുത്തിട്ട് ഞാൻ ഒരു ഗ്രാമറോ അധികം കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വരുന്ന സെന്റൻസുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ. യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പണ്ടൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹിന്ദി എന്നല്ല, ഏത് ഭാഷയും നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്വയം നമ്മൾ മർമറിങ് ചെയ്തുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ പറഞ്ഞ് ആരും വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് സംസാരിച്ച് നടക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു മനസ്സിൽ വെച്ച് നമ്മൾ ഇങ്ങനെ അവരോട് സംസാരിക്കുന്ന പോലെ കുറേ സെന്റൻസുകൾ ഇട്ട് സംസാരിച്ചാലേ നമുക്ക് പുറത്തോട്ട് വരുള്ളൂ. സോ ട്രൈ ചെയ്യാം. എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. ബൈ.